എല്ലാ മാനുഫാക്ചേഴ്സും ഇപ്പോൾ EV മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബിസി ഷെഡ്യൂളിലാണ്. പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വാഹനം ഇറങ്ങുമ്പോഴും പുതിയ പുതിയ ടെക്നോളജീസ്, പ്ലാറ്റ്ഫോംസ്, പുതിയ ബാറ്ററി പാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാറ്ററി ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് എല്ലാ മാനുഫാക്ചേഴ്സും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് Tiago.ev ആണെങ്കിലും ഞാനിപ്പോൾ കാണാൻ പോകുന്ന ഒരു കസ്റ്റമറിനെയാണ്, ഒരു Curve.ev ഉള്ളൊരു കസ്റ്റമർ. ഈ Curve.ev ഉള്ളൊരു കസ്റ്റമറിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരു ഡീലർഷിപ്പിൽ ടാറ്റയുടെ ആളുകളായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടു. Curve.ev ഉള്ളൊരു കസ്റ്റമർ, അതായത് ഒരു ടാറ്റയുടെ ഒരു EV ഉപയോഗിക്കുന്ന ആൾ മറ്റൊരു EVയും കൂടെ, 2 EV ഉപയോഗിക്കുക, നെക്സോൺ EVയും അതുപോലെ Curve.ev ഉള്ളൊരു കസ്റ്റമറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കാരണം ആ കസ്റ്റമറിന് ആ വാഹനത്തെ പറ്റി, ടാറ്റയുടെ EVകളെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അദ്ദേഹത്തെ എടുത്ത് പോകുന്നത്. ഇതിനൊരു വേറൊരു പ്രത്യേകത ഉണ്ട്. ഇന്നോവ എന്ന് പറയുന്ന എല്ലാവരും വളരെ റിലയബിൾ ആണ്, ഇന്നോവ ഉണ്ടെങ്കിൽ മറ്റൊരു വാഹനം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ഇന്നോവ കൊടുത്തിട്ട് ഒരു Curve.ev എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി അദ്ദേഹത്തെ കാണാനായിട്ട്. അദ്ദേഹത്തെ കാണാൻ പോകുന്ന വഴിയാണ്. ലെറ്റ്സ് മീറ്റ് മിസ്റ്റർ താരിഖ്. കാര്യം ഞങ്ങൾ വന്നത് കർവ് കാണാനാണെങ്കിലും വീടിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഞാൻ നേരെ വീട്ടിലേക്ക് കയറി. അപ്പോൾ വീട് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. വീട് ഉഗ്രൻ വീട്. ഇതാണ് താരിഖിൻ്റെ കാര്യം പറഞ്ഞാൽ, താരിഖ് ഒരു നെക്സോൺ EV ഉണ്ട് താരിഖിന്. അത് കൂടാതെ ഇപ്പോൾ ഒരു Curve.ev കൂടി താരിഖ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. കാരണം ഞാൻ ഈ കർവ് ഉള്ള കസ്റ്റമേഴ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ താരിഖിന് ഇൻട്രസ്റ്റിംഗ് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നെക്സോൺ EV ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു Curve.ev കൂടെ വന്നു. അപ്പോൾ അതെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 2 EV ഒരു വീട്ടിലേക്ക് മേടിക്കാൻ ചെറിയ കാര്യമല്ല. അത് ഫാദറിനെ വാങ്ങിച്ചാണ്. ഫാദർ മറ്റേ ബാറ്ററി പാക്ക് കൂടിയ 45 kW ബാറ്ററി പാക്കിന്റെ ഡാർക്ക് എഡിഷൻ. പുള്ളിക്ക് ഞങ്ങൾ വേറൊരു കളർ ഓപ്റ്റ് ചെയ്യുമെങ്കിലും പുള്ളിക്ക് ഈ കളറിൽ ഭയങ്കര താല്പര്യം. പുള്ളിയുടെ ഡാർക്ക് തന്നെ മതി എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഡാർക്ക് തന്നെ എടുത്തു. പക്ഷെ എടുത്തുകൊണ്ട് നന്നായി നല്ല ഭംഗിയുണ്ട് സാധനം. പിന്നെ അത് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ് മെയിനായിട്ട്. നമ്മൾ ആദ്യം ഇന്നോവ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനത് ചോദിക്കാൻ പറയാം. ഒരു ഇന്നോവ കൊടുത്തിട്ട് Curve.ev വരണമെങ്കിൽ എന്താണ് മെയിനായിട്ട് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ട്രിപ്പുകൾ ഇങ്ങനെ ഇല്ല. ഇന്നോവ യൂഷ്വലി നമുക്ക് ലോക്കൽ ട്രിപ്പിന് അത്ര പോരാ. കാരണം നമുക്ക് കൊണ്ടുപോയി ഇടാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഒരു സ്പേസിന്റെ പ്രശ്നവും പിന്നെ മൈലേജിൻ്റെ ഒരു ഭയങ്കര കൺസേൺ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു പെർ കിലോമീറ്റർ ഏകദേശം ഒരു 9-10 രൂപ ചിലവ് ഇന്നോവക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കർവ് എടുത്തപ്പോൾ നമുക്കിപ്പോൾ ജനുവരി എടുത്തതിന് ഇപ്പോൾ ഒരു 3 മാസം ആയിട്ടുള്ളെങ്കിലും ഒരു 6000 കിലോമീറ്റർ അടുത്തായി. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ 6000 3 മാസത്തിൽ തന്നെ. അപ്പോൾ ഏകദേശം ഒരു 60,000 രൂപയുടെ ഡീസലിൻ്റെ ഇത് മാറി കിട്ടി. അതായത് ഇന്നോവ ആയിരുന്നെങ്കിൽ 60,000 രൂപ മുടക്കേണ്ടതെന്ന് തന്നെ. പിന്നെ അത് മാത്രമല്ല ഡ്രൈവിംഗ് കംഫർട്ട് അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് EVയിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു രസമാണ്. കാരണം ഇത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു പ്രാവശ്യം ഉപയോഗിച്ചോ. കാരണം പുറത്ത് നിന്ന് പലരും പല അഭിപ്രായം പറയും. ഇത് ഓടിക്കാത്തവരാണ് ഒരുപാട് അഭിപ്രായം പറയുന്നത്. അത് ബുദ്ധിമുട്ടല്ലേ, വണ്ടി നിന്ന് പോകില്ലേ. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. കാലം ചേഞ്ചസ്, മറ്റേ ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മൾ അതിനോടത്തുകൂടെ അഡാപ്റ്റ് ആയിട്ട് സാധനം കയറി വന്നല്ലോ. അതാണ് മെയിൻ കേസ്. പിന്നെ നമുക്ക് ഇത് നോക്കിയപ്പോൾ ഒരു കംഫർട്ടും കൂടി നമ്മുടെ കൺസേൺ ആണ്. അപ്പോൾ നമ്മൾ അതിപ്പോൾ വാപ്പാക്കന്നെ ഒരുപാട് ലോങ് ട്രിപ്പ് ഒന്നും പോകാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സോണിലേക്ക് ചൂസ് ചെയ്തു. മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 18 ചില്ലറ രൂപയിൽ നമുക്ക് ആ പരിപാടി വണ്ടി കിട്ടി. അപ്പൊ നമ്മൾ കർവിലേക്ക് നെക്സോൺ എത്ര ഓടി? നെക്സോൺ 8000 കിലോമീറ്റർ ഇപ്പൊ തന്നെ ഓടി. അത് 2 മാസം മുമ്പ് എടുത്ത വണ്ടിയാണത്. അപ്പൊ തന്നെ അതായില്ല. അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കോസ്റ്റും കൂടി നമുക്ക് മാറല്ലേ.
പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ അതും കൂടി പ്രശ്നമില്ല ആ രീതിയിൽ. അപ്പം ശരിക്കും ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഇത് 6000 കിലോമീറ്റർ ഓടി, 6000 ഒരു ഇന്നോവയിലായിരുന്നെങ്കിൽ 60,000 രൂപ ഡീസൽ തന്നെ വേണ്ടി വരും. പിന്നെ അതിന് പകരം ഇത് വന്നു. ഈ സോളാറും കൂടെ വന്നു കഴിയുമ്പം എത്ര കോസ്റ്റ് വന്ന് കാണും ഏകദേശം? നമുക്കിപ്പോൾ സോളാറിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ബാലൻസ് ഇപ്പോൾ 8 കിലോ വാട്ട് നമ്മൾ വെച്ചേക്കണത്. ഒരു ബാലൻസ് വരുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 55,000 കിലോ വാട്ടിൻ്റെ 55 കിലോ വാട്ടിൻ്റെ ഉള്ള വണ്ടി. അപ്പോൾ 55 യൂണിറ്റ് ഒരു വേസ്റ്റേജ് കൂടി കൂടി ഒരു 56-57 യൂണിറ്റ് ഒക്കെയാണ് എക്സ്ട്രാ വേസ്റ്റേജ് കൂടി കൂടിയിട്ട് വരുന്നത്. ഇങ്ങനെ വന്നാൽ പോലും നമുക്ക് നോർമലി ഒരു നമുക്കിപ്പോൾ ഒരു 360 ലോക്കലിൽ തന്നെ എനിക്ക് 360-370 കിട്ടേണ്ടതിന്. ലോങ്ങിൽ എനിക്ക് 430-440 കോഴിക്കോട് പോയപ്പോൾ എനിക്ക് സാധനം കിട്ടിയിരുന്നു. അപ്പം നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു 40-45 പൈസയൊക്കെയാണ് ഈ സോളാറിന്. ആ സോളാറിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഫ്രീ ആണെങ്കിലും ബാലൻസ് ഉള്ള എനർജി ഗ്രിഡാണ്, ഓൺ ഗ്രിഡാണല്ലോ. KCBയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു 2-60 പൈസ KCB ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ചെലവ്. കാരണം ഫുൾ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, വീട്ടിലേക്കുള്ള ഉപയോഗം നടക്കും. അപ്പൊ ഇതിപ്പോ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാലും ചെയ്തില്ലെങ്കിൽ ആ കാശ് KCB നമുക്ക് കിട്ടണം 260. അത് വെച്ചിട്ടാണ് ഇത് കൂട്ടിപ്പോൾ 45-50 പൈസ എനിക്ക് വന്നോളൂ. എന്താണെങ്കിലും ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ താഴെയാണ് അത്ര വരുള്ളൂ. 6000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6000 രൂപ എന്ന് കൂട്ടിക്കോട്ടെ. അത്രയൊന്നും വരില്ല. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെ ഒരു റേറ്റിന്റെ കേസ് ഇപ്പൊ 8 കൊല്ലം 1,60,000 നമുക്ക് വാറന്റി ഉള്ള സ്ഥിതിക്ക് അതുവരെയുള്ള കിലോമീറ്റർ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ആണല്ലോ. പിന്നെ ഒരു പ്രിസ്മാറ്റിക് സെല്ലിന്റെ ഒരു രീതിയിലാണ് ബാറ്ററി ഇപ്പോൾ വന്നേക്കുന്നത്. മാറ്റാം. അപ്പം ഏതെങ്കിലും സെല്ലിന്റെ പ്രശ്നം അത് മാറ്റാം. അപ്പൊ കോസ്റ്റ് ഫുൾ ബാറ്ററി മാറ്റുന്നതിന് പകരം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളും വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ. കാരണം ടെക്നോളജി ഒരിക്കലും താഴോട്ട് പോകില്ല, ബെറ്റർ ആയിട്ട് വരും. ബെറ്ററിൽ നിന്ന് കൂടുതൽ ബെറ്ററിലേക്കാണ് ടെക്നോളജി വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കി ഇപ്പോൾ നെക്സോൺ ആയാലും മതി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ ഓണിക്കെങ്കിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ക്ലബ് മഹീന്ദ്രയുടെ ഒരു മെമ്പർഷിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഊട്ടി അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലോങ് ട്രിപ്പും കൂടി കണ്ടിട്ടാണ് നമ്മൾ കർവിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെക്സോണും കമ്പയർ ചെയ്യുമ്പോൾ കാഴ്ചക്ക് ഏകദേശം ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരേ ലുക്കാണെന്ന് പറയുമെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ വളരെ ക്യാരക്ടർ വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരുപാട് പേര് ഈ EV എടുക്കാനിരിക്കുക, അല്ലെങ്കിൽ EV ഇപ്പോൾ പറഞ്ഞ പോലെ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും EV എടുത്താൽ എങ്ങനെയാണ്. അപ്പോൾ ഒരു ഇന്നോവയിൽ നിന്ന് EVയിലേക്ക് മാറി. ഇപ്പോൾ നെക്സോൺ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഒരു ട്രാൻസിഷൻ, അത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പം വണ്ടി നിന്ന് പോകും അങ്ങനെയുള്ള പേടി ഉണ്ടായിരുന്നു? ഇല്ല, എനിക്കുണ്ടായിരുന്നില്ല. കാരണം നമ്മളിതിപ്പോൾ EV വന്നിട്ട് ഇപ്പോൾ ഒരു 6 കൊല്ലത്തിന് മുകളിലായാലോ. ഇപ്പോൾ നെക്സോൺ ഫസ്റ്റ് തന്നെ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തോടെ വന്നിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എടുക്കുമെങ്കിൽ ഒരു കൺസേൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത് എന്തൊക്കെ ആവുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 6 വർഷം കൊണ്ട് എത്രയോ ആയിരം വണ്ടികൾ പുറത്തിറങ്ങി ഇത് ഇറക്കുന്നത്. കാരണം ഇനിയിപ്പോൾ പുതിയത് വണ്ടികൾ, കാരണം ഇപ്പോൾ ഹൈ എൻഡ് മോഡലുകൾ, പ്രീമിയം വണ്ടികൾ വരെയും EVയിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അപ്പോൾ EVയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ എന്തായാലും അതിനുള്ള ഒരു R&D അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്കാണ് അവർ പോകുന്നത്. കാരണം ഇനിയിപ്പോൾ എൻവയോൺമെന്റ് ആണെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കൂടി കൺസേൺ നോക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തേക്കായിരിക്കും, കൂടുതൽ റിസർച്ച് ഇതിനകത്തേക്കായിരിക്കും. അപ്പോൾ ഓൾറെഡി ഇത്രയും ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആക്കാനുള്ള. അപ്പോൾ ഒരിക്കലും താഴോട്ട് പോകില്ല. അപ്പോൾ ഒരു 6 വർഷമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ആ രീതി നമുക്ക് ധൈര്യപ്പെട്ടെടുക്കാം. കാരണം അങ്ങനെ നിന്ന് പോകുന്നൊക്കെ പേടിക്കാന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ താരിഖിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ വീട്, ഞാൻ അഗൈൻ കമ്മിങ് ബാക്ക് ടു ഹൗസ്, ഈ വീട് താരിഖ് തന്നെ ഇതിൻ്റെ പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയാണ്, എല്ലാ കാര്യങ്ങളും വളരെ 1 വർഷം കഴിഞ്ഞു വീട് പണിതിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം അതാണ് ഈ ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട്, ഞാൻ എന്ത് ചോദിച്ചാലും പറയും ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടാണ്, ഇവിടെയുള്ള ചെറിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ചെയ്തതെന്ന് പറയും. അപ്പം ഒരുപാട് റിസർച്ചിൻ്റെ ഇടയ്ക്ക് ടാറ്റയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ട് കാണും. പക്ഷെ അതെല്ലാം ഓക്കെ ഒരു റൂമറായിട്ടാണോ കാണുന്നത്, അതോ ചെറിയ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് പോകാവുന്ന മിസ്റ്റേക്സ് ആയിട്ടാണ്? ഇല്ല, നോർമലി മിസ്റ്റേക്സ് ഓൾറെഡി ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ വേറൊരു കമ്പനി വെച്ചിട്ട് EV കമ്പയർ ചെയ്യുമ്പോൾ അതിന് നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്ന് വെച്ചാൽ 10,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 20,000 ആയിരിക്കും. ഇപ്പോൾ കൂടി വരുന്നുണ്ട്. നേരത്തെ ഈ കംപ്ലയിൻസ് ഇപ്പോൾ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് നമ്പേഴ്സ് കുറവാണ്. നമ്മളൊരു റേഷ്യോ എടുക്കാൻ നേരത്ത് ഇപ്പോൾ 5000 എടുത്താൽ അതിനകത്തൊരു 3 കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ 10 കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 10% കംപ്ലയിൻ്റ് ആയില്ലേ. 1,00,000 വണ്ടി വെക്കാൻ നേരത്ത് 10% എന്ന് പറഞ്ഞാൽ 10,000 കംപ്ലയിൻസ് വരും. പക്ഷേ അവിടെ ചിലപ്പോൾ ഒരു 1000-1500 കംപ്ലയിൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ കംപ്ലയിൻസ് കുറവാണ് പൊതുവേ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു കുറ്റം പറയാനാണെങ്കിൽ എന്തും പറയാം. അതിപ്പോൾ വേറെ ചിലവൊന്നുമില്ല, നമുക്ക് വെറുതെ ഇരുന്ന് പറയാവുന്ന കേസുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തിനോട് താല്പര്യം അല്ലെങ്കിൽ പ്രത്യേക ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കുറ്റം പറയാം. നമുക്ക് എന്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് മോശമാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് നല്ലത് പറയാൻ നോക്കും. നമ്മളപ്പോൾ നോർമലി നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഡീലർഷിപ്പൊക്കെ ഇപ്പോൾ ലെക്സോൺ വന്നു. അപ്പോൾ നിപ്പോൺ പ്രീമോണിൻ്റെയാണ്, പിന്നെ ഗോകുലം അവരൊക്കെ വന്നു. അപ്പോൾ ലെക്സോണിൻ്റെ വന്നിട്ട് നമ്മൾ 2 വണ്ടി എടുത്തത്. അവരുടെ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക
പക്ക ഡീസൻ്റ് നല്ല രസമാണ്. നമുക്ക് ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻവയോൺമെൻറ്റും അവരുടെ ആ അപ്രോച്ചും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് എപ്പോൾ വിളിച്ചാലും ഒരു അപ്പം റെഡിയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് സാർ, അത് ഇങ്ങനെയാണ് സാർ, അവർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വിളിക്കണ്ട. അപ്പം ഒരു കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയൊരു നോർമലി ഇപ്പോൾ ഒരു EV നമ്മൾ ഫോൺ മാതിരി തന്നെയാണ്. എന്തെങ്കിലും ഒരു ബഗ്ഗിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഇതൊക്കെ ചില കാണിക്കും. നമ്മൾ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ വെച്ച് തിരിച്ച് വിളിച്ചില്ലെങ്കിൽ 10 മിനിറ്റ് അവർ ഇങ്ങോട്ട് വിളിക്കുന്നതാണ്. എന്തായി സാർ അത് ശരിയായെന്ന് ചോദിച്ചാൽ ശരിയായിട്ടുണ്ടാവും, നമ്മൾ മറന്നുപോയിണ്ടാവും. അല്ല അതൊന്നും ഓഫ് ആയപ്പോൾ ശരിയായിരുന്നു. കാരണം എനിക്ക് ഇതിപ്പോൾ ബഗ്ഗിങ്ങോ ആ വണ്ടിക്ക് ഇതുവരെയായിട്ടാണ് വന്നിട്ടില്ല. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. EVക്ക് ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് പോകാന്നുള്ളൂ. ടാറ്റയ്ക്ക് നേരത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടാറ്റ ആസ് എ കമ്പനി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും വോളിയം, ഇപ്പോൾ ഈ വോളിയം പറഞ്ഞാൽ ഈ വോളിയം വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഈ താരിഖിനെ പോലെ ഒരാൾ ഇത്രയും റിസർച്ച് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഒരു പ്ലസ് കാണുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പം ഈ സർവീസിന് പോകുമ്പോൾ ഈ സർവീസ് നമ്മളിപ്പം നെക്സോണും കൊടുക്കും. നെക്സോൺ ഒരു പക്ഷേ ഇപ്പോൾ ഈ സർവീസ് കഴിഞ്ഞത് ആ 2 സർവീസിലും എങ്ങനെയായിരുന്നു സർവീസിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ? ഫീഡ്ബാക്ക് നമുക്ക് സർവീസിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് സർവീസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? EV ആയതുകൊണ്ട് ഒന്നും ഒരു 173 രൂപ ഈ മൂൺ റൂഫ് ഉണ്ടല്ലോ, മൂൺ റൂഫിന്റെ ആ ഗ്രീസിന് വേണ്ടി 173 ഫസ്റ്റ് സർവീസിന് 2 രൂപ ആയി. രണ്ടാമത്തെ സർവീസിന് 2500 എന്തോ അതിനായി ജസ്റ്റ് ചെക്കപ്പ് ഗിയർ ഓയിൽ വൈപ്പർ ബ്ലേഡ് മാറിയിട്ടുണ്ടാവും. അത് എന്താ ചെയ്ത് എന്തായാലും 2500 രൂപ ആയുള്ളൂ, അത്ര ആയുള്ളൂ. അതൊന്നും വലിയ കോസ്റ്റ് പാട്ട് മാറ്റുന്നതിന്റെ ആയിരിക്കും. വേറെ അങ്ങനെ നോക്കില്ല. പിന്നെ പറഞ്ഞ മാതിരി നമ്മളെ കംഫർട്ട് നമ്മളെല്ലാം ലാഭം എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നടക്കൂല. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ ഒരു 15 സൈക്കിൾ ഉപയോഗിച്ചാൽ മതിയല്ലോ. അല്ല നമ്മളിപ്പോ ഒരു പഞ്ചോ അല്ലെങ്കിൽ ടിയാഗോ ഒക്കെ എടുത്താൽ നമുക്ക് ഇതിനും കോസ്റ്റ്. കാരണം ഇതൊരു ബ്രേക്ക് ഇവൻ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം അത്ര വലിയ വണ്ടിയല്ലേ. ടിയാഗോ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറഞ്ഞ ഒരു 8 കൊല്ലം ആകുമ്പോൾ തന്നെ ഫുൾ കോസ്റ്റ് പോകുന്നുണ്ടാവും. അത്യാവശ്യം നോർമലി ഓട്ടുള്ള ആൾക്ക്. പിന്നെ നമ്മളതിന്റെ കംഫർട്ട് വൈസും അതിന്റെ ഒരു ഇതും കൂടി നോക്കണമല്ലോ വണ്ടി നോക്കും. ഫാമിലി കാറാണ്. നമ്മളിപ്പോ ഒരു ലൈഫ് ഫസ്റ്റ് പ്രൈമറി കാർ തന്നെയല്ലേ ഇത്? നമ്മൾ നേരത്തെ ഒരു ഇന്നോവ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പ് ഒന്നും ഇടയ്ക്കുള്ള ഓട്ടമുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇത് ആപ്റ്റാണ്. പിന്നെ നമുക്ക് ലോക്കൽ യൂസിന് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എവിടെയും പോകാൻ. പിന്നെ പ്രശ്നം നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിൽ പോയാലോ എവിടെ പോയാലോ ഡീസൽ 1000 രൂപ അടിച്ചാൽ അപ്പോൾ തന്നെ 500 രൂപ അടിക്കണമെന്നുള്ള ടെൻഷൻ ഇല്ല. ഇത് വന്ന വീട്ടിലൊന്ന് ചാർജ് ചെയ്യാലോ. ഇതാണ് നമുക്ക് ഒരിക്കൽ EV ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സുഖം പിടിച്ചു പോയാൽ വലിയ പാടാ. പിന്നെ നമുക്ക് പെട്രോൾ പമ്പിൽ കയറുമ്പോൾ ഒരു വിഷമം. നമ്മളിപ്പോൾ പോകുമ്പോൾ പമ്പുമ്പോൾ വൈഫ് തന്നെ ചോദിക്കും, ഇതൊക്കെ നമ്മൾ കയറിയിട്ട് എത്ര ആളായി പമ്പിലേക്ക്. നമ്മൾ പോകേണ്ട കേസില്ല. ഞാൻ ഡ്രൈവിംഗ് കംഫോർട്ടും കാര്യങ്ങളും നോക്കുമ്പോൾ ഇത് നല്ല ഡീപ് ബൂട്ട് സ്പേസ് ആണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ അങ്ങനെ എന്തുകൊണ്ട് ഹാപ്പിയാണ്. കാരണം നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കംഫർട്ട് അടിപൊളിയാണ്. സസ്പെൻഷനൊക്കെ അത് പറയാൻ ലോങ് ഡ്രൈവ് ഒക്കെ പോയപ്പോൾ നല്ല സുഖമാണ്. കാരണം അറിയില്ല, നല്ല സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റിഫ് ആവും നല്ല സ്പീഡാണ് കൂടുമ്പോഴേ. പിന്നെ നെക്സോൺ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം അത് അങ്ങനെയില്ല. കാരണം ഇച്ചിരി കൂടി ഒരു സോഫ്റ്റ് ആണ്. അപ്പോൾ സോഫ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവോ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ തന്നെയാണ് വീലും തിരിയണത്. അതിന്റെ പ്ലാറ്റ്ഫോമും വ്യത്യാസമുണ്ട് നെക്സോണിനൊക്കെ. വ്യത്യാസം ഇപ്പോൾ EV പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നേക്കണത്. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട് വീൽ ഡ്രൈവും ആകുമ്പോഴേ സോഫ്റ്റ് സ്റ്റിയറിംഗ് ആകുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വേഗം തിരിയും. ഈ ടയർ തിരിയണതും രണ്ട് ബാക്ക് വീലല്ലോ, ഇതന്നെ തിരിയാണല്ലോ. കറങ്ങണത് റൊട്ടേറ്റ് ചെയ്യണതും ഫ്രണ്ട് വീല്, തിരിയണതും ഫ്രണ്ട് വീല്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു വളവ് സ്പീഡിനോ തിരിക്കുമ്പോൾ ചെറിയൊരു ബാലൻസിന് പെട്ടെന്ന് പെട്ടെന്ന് പ്രശ്നം. പക്ഷെ ഇതിനതില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റിഫ് ആയതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് കുറച്ചും കൂടെ സ്റ്റിഫറാണ്. എന്താണെങ്കിലും ഹാപ്പി ആണെന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കസ്റ്റമറിനെ, അതായത് 2 EV ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി താരിഖിൻ്റെ അടുത്ത് വന്നതിൽ സന്തോഷമുണ്ട്. കാരണം EV എന്ന് പറയുന്ന പല ആളുകൾക്ക് ഒരു ബ്ലോക്കാണ്, മൈൻഡ് ബ്ലോക്കാണ് EV. അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്കിൻ്റെ കാര്യമില്ല. കാരണം ഇനി അങ്ങോട്ട് EV ആയിരിക്കാം വരും. പക്ഷേ എല്ലാ മാനുഫാക്ചേഴ്സും അന്വേഷിക്കുന്നത് EV എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം. പല കമ്പനീസും എല്ലാം ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ ടാറ്റ ആണെങ്കിൽ പോലും ദേ ആർ കമ്മിങ് വിത്ത് ഡിഫറെൻറ്റ് EVs. ഇപ്പോൾ ഹാരിയർ തന്നെ ഉടനെ വരുമെന്ന് കേൾക്കുന്നു. പിന്നെ അതിൻ്റെ പല വണ്ടികളും വരുന്നുണ്ട്. അപ്പം ആ ഒരു ബ്ലോക്ക് മാറണമെങ്കിൽ നിങ്ങൾ EV ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ ശരിക്കും അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. പൈസയുടെ കേസ് മാത്രമല്ല, ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര. കാരണം നമുക്ക് നോയ്സ് ഇല്ല. പിന്നെ ഇരിക്കുമ്പോൾ നല്ല സുഖം. അത് ഓടിച്ചു കഴിഞ്ഞാൽ ഓടിക്കാതെ എന്തും പറയാം, ഓടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ പുറത്തിരുന്ന് എന്തും പറയാം. പിന്നെ നമ്മൾ ആ കോസ്റ്റും കൂടി നോക്കണം. ഒരുപാട് പേര് ഞാൻ ഇപ്പോൾ പറയാം, കോൺട്രാക്ടേഴ്സ് കുറേ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ മാസം 20,000, 25,000, 30,000 രൂപ ഡീസലും പെട്രോളൊക്കെ അടിച്ചിട്ട് വണ്ടിക്ക് ഓടിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10-12 കൊല്ലത്തേക്ക് കുറച്ച് പൈസ കൊടുത്ത് EMI എടുത്താൽ തന്നെ ഒരു 15,000, 16,000 EMI തന്നെ വന്നത്. അപ്പം അങ്ങനെ നോക്കി ഒരു 10 കൊല്ലം 12 കൊല്ലം കൊണ്ട് വണ്ടി ഫ്രീ ആവാണ്. അതായത് വിത്തൗട്ട് എനി കോസ്റ്റ്. ഇവർ ചിലവാക്കണ ആ കാശിൽ നിന്ന് മാറ്റി വെച്ചാൽ വണ്ടി ഫ്രീ ആയി കിട്ടാണ് ഇത്രയും കൊല്ലം കൊണ്ട്. 10 പൈസ ചിലവില്ല. പക്ഷെ അതുപോലും ചിന്തിക്കുകയാണെങ്കിൽ വീണ്ടും 30,000 അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും കൊള്ളാം താരിഖ്. താങ്ക് യു സോ മച്ച്. ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താരിഖിനെ കണ്ടത് ഇൻ ഡിഫറെൻറ്റ് വേസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.